ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഡീസ്ട്രക്ചറിങ് അസൈൻമെൻറ്റ്, അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, അറേ എങ്ങനെ ഡീസ്ട്രക്ചർ ചെയ്യും, ഒബ്ജക്റ്റുകളെ എങ്ങനെ ഡീസ്ട്രക്ചർ ചെയ്യും, നെസ്റ്റഡ് ഒബ്ജക്റ്റുകളെ എങ്ങനെ ഡീസ്ട്രക്ചർ ചെയ്യും, ഡീസ്ട്രക്ചറിങ് ഡിഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്തുകൊണ്ട് ഡീസ്ട്രക്ചറിങ് എങ്ങനെ ചെയ്യും, ഏലിയാസസ് സെറ്റ് ചെയ്തുകൊണ്ട് ഡീസ്ട്രക്ചറിങ് എങ്ങനെ ചെയ്യും. ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് ഡീസ്ട്രക്ചറിങ് അസൈൻമെൻറ്റ് ജാവാസ്ക്രിപ്റ്റിൽ? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോഡിന് കുറേ മെയിൻറ്റൈനബിലിറ്റി, റീഡബിലിറ്റി എല്ലാം കൂടും. ഈസി ആയിരിക്കും നിങ്ങൾക്ക് കോഡിങ് ചെയ്യാനായിട്ട്. കുറേ കൂടെ നിങ്ങളുടെ ലൈഫ് ഈസി ആക്കി തരുന്ന ഒരു പ്രോസസ്സാണിത്, അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റിയാണ് ES6 തരുന്നത്. അപ്പം എന്താണ് ഡീസ്ട്രക്ചറിങ് അസൈൻമെൻറ്റ് നോക്കാം. ഡെഫിനിഷൻ പറഞ്ഞാൽ എ കോൺസൈസ് ആൻഡ് എക്സ്പ്രസീവ് വേ ടു എക്സ്ട്രാക്ട് ഡേറ്റ ഫ്രം അറേസ് ആൻഡ് ഒബ്ജക്ട്സ് ഇൻ ടു വേരിയബിൾസ്. അറേയിൽ നിന്നും ഒബ്ജക്റ്റിൽ നിന്നും വേരിയബിൾസിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന, ഈസി ആയിട്ടുള്ള രീതിയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു വേ ആണ് എന്താണ് നമ്മുടെ ഡീസ്ട്രക്ചറിങ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് അലൗസ് യു ടു അൺപാക്ക് ദ കണ്ടൻസ് ഓഫ് നെസ്റ്റഡ് ഒബ്ജക്ട്സ് ആൻഡ് അറേസ് ഇൻ എ മോർ റീഡബിൾ ആൻഡ് മെയിൻറ്റൈനബിൾ മാനർ. റീഡബിലിറ്റി കൂട്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എളുപ്പത്തിൽ നമുക്ക് അറേസിൽ നിന്നും ഒബ്ജക്ട്സിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും, അൺപാക്ക് ചെയ്യാൻ പറ്റും കണ്ടൻസിനെ. അതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനു മുമ്പ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഇറ്റ് മേക്സ് കോഡ് മോർ റീഡബിൾ ആൻഡ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ബൈ ഡയറക്ട്ലി അസൈനിങ് എക്സ്ട്രാക്റ്റഡ് വാല്യൂ ടു വേരിയബിൾസ്. എക്സ്ട്രാക്ട് ചെയ്യുന്ന വാല്യൂസിനെ ഡയറക്റ്റ് വേരിയബിൾസിലേക്ക് അസൈൻ ചെയ്യുന്നത് കാരണം കോഡ് കുറച്ച് റീഡബിലിറ്റിയും കൂടും, ഈസി ആയിരിക്കും മനസ്സിലാക്കാനായിട്ട്. ഇത് റെപ്പറ്റേറ്റീവ് കോഡിനെ എലിമിനേറ്റ് ചെയ്യും. അതുപോലെ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ എലിമിനേറ്റ് ചെയ്യും, കോഡ് ചെറുതാക്കും. ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞാൽ ക്ലിയർ ആവില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം, അപ്പോൾ മനസ്സിലാവും. സിംപ്ലിഫൈസ് കോഡ് സ്ട്രക്ചർ ആൻഡ് റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് എറേഴ്സ്. ഇതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്. കോഡിൻ്റെ സ്ട്രക്ചർ സിംപ്ലിഫൈ ചെയ്യും, അങ്ങനെ നമുക്ക് എറേഴ്സ് കൂടാനുള്ള ചാൻസസ് കുറയും. കോഡ് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും മോഡിഫൈ ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇത് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ട്രഡീഷണൽ രീതിയിൽ എങ്ങനെയാണ് ഒരു അറേയിലെ ഡേറ്റ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത് നോക്കാം. നമുക്കൊരു അറേ എടുക്കാം, യൂസർ ഡേറ്റ എന്ന് പറഞ്ഞൊരു അറേ എടുക്കാം. ഈ അറേക്കകത്തോട്ട് നമ്മൾ ഓൾറെഡി ഉള്ള വാല്യൂസ് നമുക്ക് കൊടുക്കാം. നെയിം, ഇപ്പോൾ എൻ്റെ പേര് കൊടുക്കാം ജോബ്സി ഹോബീസ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏജ് പറയാം 33. എക്സാമ്പിൾ പറയാം jobs@gmail.com എന്നാണ് എൻ്റെ ഇമെയിൽ ID എങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ അറേ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ അല്ലേ. ഇനി ഈ അറേ ഞാൻ എക്സ്ട്രാക്ട് ചെയ്ത് ഇന്നത്തെ വാല്യൂസ് എനിക്ക് കൺസോൾ ലോഗ് ചെയ്യണമെങ്കിൽ നോർമലി ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ നോർമലി കൺസോൾ ലോഗ് അടിച്ചിട്ട് യൂസർ ഡേറ്റ ഓഫ് എന്താണ് 0 എന്ന് കൊടുക്കും. യൂസർ ഡേറ്റ ഓഫ് 0 കൺസോൾ ലോഗ് ചെയ്ത് എന്ത് സംഭവിക്കും, ജോബ്സി വർഗീസ് എന്ന് പ്രിൻ്റ് ആവും. ഇനി രണ്ടാമത്തെ വാല്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ ഇതേ സാധനം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ VS കോഡ് യൂസ് ചെയ്യുന്നവർ ഷിഫ്റ്റ് ഓൾട്ട് ഡൗൺ ആരോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കോപ്പി, അതായത് സെയിം ലൈന് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലൈൻ ജോബ്സി വർഗീസ് എന്നുള്ള പ്രിൻ്റായി. ഇനി എൻ്റെ ഏജ് പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 കൊടുക്കുന്നു. അതേപോലെ എൻ്റെ ഇമെയിൽ ID പ്രിൻ്റ് ചെയ്യണമെങ്കിൽ 2 കൊടുക്കുന്നു. കൺസോൾ ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ 3 പ്രിൻ്റ് ആവും. ഓക്കെ, ഇതാണ് ട്രഡീഷണൽ രീതി അല്ലേ. നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ് ഞാനിപ്പോൾ എനിക്ക് ഏജ് വേറൊരു വേരിയബിളിലേക്ക് എനിക്ക് സ്റ്റോർ ചെയ്യണം. ഏജ് ഈക്വൽ ടു ഞാനൊരു 5 വർഷം കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഏജ് അറിയണം. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, യൂസർ ഡേറ്റ ഓഫ് 0, അറേ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നല്ലേ, അപ്പോൾ 0 1 ഫസ്റ്റ് പൊസിഷൻ പ്ലസ് ഒരു 5 വർഷം കൊണ്ട് കഴിഞ്ഞിട്ടുള്ള ഏജാണ് എനിക്ക് അറിയേണ്ടതെന്ന് വിചാരിക്കുക. കൺസോൾ ലോഗ് ചെയ്യുക, ഏജ് എന്ത് സംഭവിക്കും, 38 വയസ്സെന്ന് വരും അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ ട്രഡീഷണലി ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇപ്പോൾ പഠിച്ചത് വെച്ചിട്ട് നമുക്ക് ഡീസ്ട്രക്ചറിങ് അസൈൻമെൻറ്റ് വെച്ചിട്ട് ഇതേ കാര്യം നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരുന്നത് കൺസോൾ ലോഗ് അറേ ഓഫ് 0, അറേ ഓഫ് 1, അറേ ഓഫ് 2 അങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ. നമുക്ക് ഇതേ കേസ് നമുക്ക് എന്ത് വെച്ച് ചെയ്യണം, ഡീസ്ട്രക്ചറിങ് അസൈൻമെൻറ്റ് വെച്ച് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. കോൺസ്റ്റൻറ്റ് യൂസർ ഡേറ്റ, ഇതിനകത്ത് 3 വേരിയബിളിന് നമുക്ക് 3 വാല്യൂ കൊടുക്കാം.
ഫസ്റ്റ് വൺ നെയിം എന്ന് കൊടുക്കാം, സെക്കൻഡ് വൺ ഏജ് എന്ന് കൊടുക്കാം, തേർഡ് വൺ ഇമെയിൽ എന്ന് കൊടുക്കാം. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ചെയ്തേക്കുന്നത് ഡീസ്ട്രക്ചറിങ് ആണ്. അറേക്കകത്തുള്ള കണ്ടൻസിനെ നമ്മൾ ഡീസ്ട്രക്ചർ ചെയ്ത് സെപ്പറേറ്റ് വേരിയബിളിലേക്ക് നമ്മൾ വാല്യൂ കൊണ്ട് വെച്ചു. ഇനി ഞാനിപ്പോൾ കൺസോൾ ലോഗ് ചെയ്യും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ കൺസോൾ ലോഗ് ചെയ്ത് കാണിക്കാം. സോറി, നെയിം, ഏജ്, ഇമെയിൽ. ഇതാ നോക്കും, നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് ഇവിടെ കിട്ടി ഇല്ലേ? അതായത് ഈ ഒരു അറേക്കകത്ത് 3 വാല്യൂസ് ഉണ്ടായിരുന്നു. ആ 3 വാല്യൂസിന് 3 വേരിയബിളിലേക്ക് ഞാൻ വാല്യൂ എടുത്തു വെച്ചു. ഓക്കെ, ഇത് സെയിം ആണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ, അതായത് കോൺസ്റ്റന്റ് നെയിം ഈക്വൽ ടു യൂസർ ഡേറ്റ ഓഫ് 0, അതേപോലെ കോൺസ്റ്റന്റ് ഏജ്, കോൺസ്റ്റന്റ് ഇമെയിൽ 1. ഇതിന് ഈക്വലൻ്റ് ആണ് നമ്മൾ മുകളിൽ ചെയ്തു വെച്ചേക്കുന്ന ഈ ഒരു ഡീസ്ട്രക്ചറിങ്. അപ്പോൾ ഇത്രയും ചെയ്യേണ്ടിയിരുന്ന കോഡ് നമുക്ക് ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഡീസ്ട്രക്ചർ ചെയ്ത് കിട്ടി. ഓക്കെ, ഇതാണ് ജാവാസ്ക്രിപ്റ്റ് ഡീസ്ട്രക്ചറിങ് അസൈൻമെൻറ്റ് കൊണ്ടുള്ള നമുക്കുള്ള യൂസ് എന്ന് പറയുന്നത്. ഇനി ഇതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ പഠിക്കാനുണ്ട്. അതായത് ഇതുകൊണ്ടുള്ള മറ്റ് യൂസ് കേസസ് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് പഠിക്കാം. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഒരു നെസ്റ്റഡ് ഒബ്ജക്റ്റ്, നമുക്ക് നെസ്റ്റഡ് ഒബ്ജക്റ്റുകളെ എങ്ങനെ ഡീസ്ട്രക്ചർ ചെയ്യാമെന്ന് നോക്കാം. നമുക്കൊരു ഒബ്ജക്റ്റ് എഴുതാം. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാനിത് ഓക്കെ കമൻറ്റ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എഴുതാം. അടുത്തത് ഒരു പ്രോഡക്റ്റ് നമുക്ക് എഴുതാം. പ്രോഡക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കുമല്ലോ ബ്രാക്കറ്റിൽ. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് നെയിം എന്ന് പറഞ്ഞൊരു വേരിയബിള്, അതിന് ലാപ്ടോപ്പ് എന്ന് കൊടുക്കാം. ആ ലാപ്ടോപ്പിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 12,000 ആണ്. സോറി, 12,000 എങ്കിലും ലാപ്ടോപ്പ് കിട്ടില്ല. നമുക്കൊരു 42,000 കൊടുക്കാം. 42,000. അതിന് സ്പെക്സ് നോക്കാം. നമുക്ക് സ്പെക്സ് കൊടുക്കാം. എന്താണ് സ്പെക്സിൻ്റെ അകത്ത്? ഇതിൻ്റെ പ്രോസസ്സർ ഒരു ഇൻടെൽ കോർ i3 8th Gen. ഓക്കെ, അതേപോലെ അതിൻ്റെ റാം വന്നിട്ട് 8 GB കൊടുക്കാം. അതിൻ്റെ സ്റ്റോറേജ് വന്നിട്ട് സ്റ്റോറേജ് വന്നിട്ട് നമുക്കൊരു 512 GB SSD കൊടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു നോർമൽ ഒരു ഒബ്ജക്റ്റാണിത്. ഈ ഒബ്ജക്റ്റിൻ്റെ അകത്ത് ഫസ്റ്റ് മെയിൻ ഒബ്ജക്റ്റ് ഇതാണ്. ഈ മെയിൻ ഒബ്ജക്റ്റിൻ്റെ അകത്ത് ഒരു എന്ത് വന്നിരിക്കുന്നു? നെസ്റ്റഡ് ഒബ്ജക്റ്റ് വന്നിരിക്കുന്നു. നമുക്കൊരു നെസ്റ്റഡ് ഒബ്ജക്റ്റിനെ എങ്ങനെ ഡീസ്ട്രക്ചർ ചെയ്യാമെന്നാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, നെസ്റ്റഡ് ഒബ്ജക്റ്റിനെ ഡീസ്ട്രക്ചർ ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ അറേ ആയിരുന്നപ്പോൾ അറേ എങ്ങനെ ഡീസ്ട്രക്ചർ ചെയ്തു? സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ട് നമ്മൾ ഡീസ്ട്രക്ചർ ചെയ്തു അല്ലേ? നമ്മൾ ഒബ്ജക്റ്റ് ആകുമ്പം ഒബ്ജക്റ്റിൻ്റെ കേളി ബ്രാക്കറ്റ് വെച്ചിട്ട് വേണം നമ്മൾ ഡീസ്ട്രക്ചർ ചെയ്യാനായിട്ട്. ബ്രാക്കറ്റ് ഫസ്റ്റ് ഈക്വൽ ടു നമ്മുടെ ഈ പ്രോഡക്റ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡീസ്ട്രക്ചർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? എനിക്ക് വേണ്ടത് പ്രോഡക്റ്റിന് നെയിം വേണം. എന്ത് പ്രോഡക്റ്റാണ്, അതിന് എത്ര രൂപയാണെന്ന് വേണം. അതേപോലെ അതിൻ്റെ പ്രോസസ്സർ ഏതാണെന്ന് വേണം. അപ്പോൾ പ്രോസസ്സർ കിടക്കുന്നത് എവിടെയാണ്? സ്പെക്സിൻ്റെ അകത്താണ് പ്രോസസ്സർ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യും? ഫസ്റ്റ് എനിക്ക് നെയിം എടുക്കണം. ഞാൻ നെയിം എടുത്തു. രണ്ടാമത്തെ പ്രൈസ് എടുത്തു. ഇത് രണ്ടും ഡയറക്റ്റ് കിടക്കുന്നതാണ് അല്ലേ? ഈ കേളി ബ്രാക്കറ്റിൻ്റെ അകത്ത് കയറുമ്പോൾ ഫസ്റ്റ് കിടക്കുന്ന രണ്ടെണ്ണം ഡയറക്റ്റാണ് ഇത് കിടക്കുന്നത്. പക്ഷേ പ്രോസസ്സർ എന്ന് പറയുന്നത് സ്പെക്സിൻ്റെ അകത്താണ്. ഫസ്റ്റ് രണ്ടെണ്ണം നമുക്ക് ഈസി ആയിട്ട് എടുക്കാം, നെയിമും പ്രൈസും. പക്ഷേ നമുക്ക് പ്രോസസ്സർ എങ്ങനെ എടുക്കും? പ്രോസസ്സർ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെക്സ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിൻ്റെ അകത്ത് നമ്മൾ വീണ്ടും ഒരു കേളി ബ്രാക്കറ്റ് കൊടുത്തിട്ട് പ്രോസസ്സർ എന്ന് പറഞ്ഞുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്യണം. മനസ്സിലായോ? നമ്മൾ ഡീസ്ട്രക്ചറിങ് ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഈ മെയിൻ ഒബ്ജക്റ്റിനെ ഡീസ്ട്രക്ചർ ചെയ്യാനായിട്ട് ആ കേളി ബ്രാക്കറ്റ് വെച്ചിട്ട് മെയിൻ ഒബ്ജക്റ്റിനെ എടുത്തു. ആ മെയിൻ ഒബ്ജക്റ്റിനകത്ത് വിടുന്നതാണ് ഈ സ്പെക്സ് എന്ന് പറയുന്നതും. അതിൻ്റെ അകത്തുള്ള ഒരു അതിൻ്റെ അകത്തുള്ള എന്തെങ്കിലും ഡീസ്ട്രക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും കേളി ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ അകത്തുള്ളത് 1 by 1 ആയിട്ട് കൊടുക്കണമെങ്കിൽ 1 by 1 കൊടുക്കാം, അല്ലെങ്കിൽ ഒരെണ്ണമായിട്ട് കൊടുക്കണം, ഒരെണ്ണമായിട്ട് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ പ്രോസസ്സറും ഡീസ്ട്രക്ചർ ചെയ്തു അല്ലേ? നമുക്കിതൊന്ന് ലോഗ് ചെയ്ത് നോക്കിയാലോ. കൺസോൾ ലോഗ് എന്താണ്? നെയിം,
കൺസോൾ ലോഗ് പ്രൈസ്, അതേപോലെ സ്പെക്സ് അല്ല നമ്മൾ കൺസോൾ ലോഗ് ചെയ്യേണ്ട, പ്രോസസ്സറാണ് നമ്മൾ കൺസോൾ ലോഗ് ചെയ്യേണ്ടത്. കാരണം സ്പെക്സിൻ്റെ അകത്തെ പ്രോസസ്സറാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തേക്കുന്നത്. ഓക്കെ, ഞാനിത് പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ കിട്ടിയില്ലേ, ലാപ്ടോപ്പ് കിട്ടി, 42,000 കിട്ടി, അതിനകത്ത് പ്രോസസ്സറിൻ്റെ ഇന്റൽ കോർ i3 8th Gen എന്നുവരെ കിട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു നെസ്റ്റഡ് ഒബ്ജക്റ്റിൻ്റെ അകത്തെ ഡീസ്ട്രക്ചറിങ് ആണ് പറഞ്ഞത്. ഇതേ സെയിം കേസ് ആയിരിക്കും നെസ്റ്റഡ് അറേക്കകത്തും. ഓക്കെ, അപ്പോൾ ഇന്റേണലി ഉള്ളതിനെ എല്ലാത്തിനെയും നമ്മൾ ഡീസ്ട്രക്ചർ ചെയ്യാനായിട്ട് അതിൻ്റേതായിട്ടുള്ള ബ്രാക്കറ്റ്സ് നമ്മൾ യൂസ് ചെയ്താൽ മതി. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നുകൂടെ ഇത് നിങ്ങളൊന്നുകൂടെ കണ്ടിട്ട് വരിക, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്ലിയർ ആവും. ഇനി ഈ 3 ലൈൻ നമ്മൾ എഴുതുന്നതിന് പകരം നമുക്ക് കൺസോളിലൊക്കെ ഒറ്റ ലൈനിൽ വേണമെങ്കിലും എഴുതാം. അതായത് നെയിം കോമ ആയിട്ട് എഴുതിയാലും മതി, പ്രൈസ് പ്രോസസ്സർ. ഞാനിത് കമൻറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. ഇപ്പം സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ കേസ് തന്നെ നമുക്ക് ഇവിടെയും കിട്ടും. ഉണ്ടോ, ലാപ്ടോപ്പ് 42,000 ഇന്റൽ കോർ i3 സെയിം ലൈനിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് 3 ഒരേപോലെ പ്രിന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്ന ഡിഫോൾട്ട് വാല്യൂ എങ്ങനെ സെറ്റ് ചെയ്യും, അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഇതേ പ്രോഡക്റ്റ് തന്നെ എടുക്കാം. ഇത് ഞാൻ കമൻറ്റ് ചെയ്യട്ടെ. ഇതേ സെയിം പ്രോഡക്റ്റ് തന്നെ നമുക്ക് എടുക്കാം. ഇതേ സെയിം പ്രോഡക്റ്റിനകത്ത് ഡീഫോൾട്ട് വാല്യൂ നമുക്ക് എങ്ങനെ എടുക്കുമെന്ന് നോക്കാം. അപ്പോൾ ഇതേ പ്രോഡക്റ്റിനകത്ത് നമുക്ക് ഇതിനകത്ത് കളർ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി എക്സിസ്റ്റ് അല്ല അല്ലേ. നമുക്ക് അങ്ങനെ ഒരു വേരിയബിൾ വേണം. അതിന് നമുക്ക് ഡിഫോൾട്ട് ഒരു വാല്യൂ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഡീസ്ട്രക്ചർ ചെയ്ത സമയത്ത് എങ്ങനെ എടുക്കാം നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ കോൺസ്റ്റന്റ് നേരത്തെ പറഞ്ഞ ഉടനെ നമ്മൾ പ്രോഡക്റ്റിനെയാണ് ഡീസ്ട്രക്ചർ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ കൊടുക്കും, നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് തന്നെ നെയിം, പ്രൈസ്, നമുക്ക് ഈ പ്രാവശ്യം സ്പെക്ക് എടുക്കുന്നതിന് പകരം കളർ എടുക്കാം. ഇതിന് നമ്മൾ ഡീഫോൾട്ട് വാല്യൂ കൊടുക്കുന്നത് ഈക്വൽ ടു കൊടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് എന്തിനാണെന്ന് നിങ്ങൾ ചോദിക്കും അല്ലേ. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു ഫംഗ്ഷൻ എഴുതുവാണ്. ഓക്കെ, ഒരു ഫംഗ്ഷൻ എഴുതുവാണ്, ഗെറ്റ് നെയിം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, ഗെറ്റ് നെയിം ബൈ ID. ഇപ്പോൾ ഡേറ്റാബേസിൽ നിന്ന് എടുക്കുന്ന ഒരു ഫംഗ്ഷനാണെന്ന് വിചാരിക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താണ്, ഇയാൾ ID തന്നിട്ടുണ്ട്. ഈ ID വെച്ചിട്ട് ആ ഒരു പെർട്ടിക്കുലർ കസ്റ്റമറിൻ്റെ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ യൂസറിൻ്റെ നമ്മൾ നെയിം പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നത് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ID കിട്ടിയാൽ മാത്രമേ നമുക്കിത് പ്രിൻ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും നെയിംസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ID കൊടുത്ത് ഒരു കസ്റ്റമറിൻ്റെ അല്ലേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ID ഇല്ലാത്ത കേസിൽ എല്ലാ കസ്റ്റമേഴ്സിനെയും പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ IDക്ക് നമ്മൾ ഡിഫോൾട്ടായിട്ടൊരു വാല്യൂ 0 എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. ഡിഫോൾട്ട് ഒരു വാല്യൂ 0 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ചെക്ക് ചെയ്യാം ഇഫ് ID ഉണ്ടോ. ID ഉണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ID വേർ കണ്ടീഷൻ വെച്ച് നമ്മുടെ SQL ഡേറ്റാബേസിൽ നിന്ന് വേർ കണ്ടീഷൻ വെച്ച് ID ഈക്വൽ ടു ഈ ID എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ IDയുടെ മാത്രം കിട്ടും. ID ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വേർ കണ്ടീഷൻ നമ്മളെടുത്ത് കമൻറ്റ് അല്ലെ വേർ കണ്ടീഷൻ ഇല്ലാത്ത കേസ് വന്നിട്ട് ഡയറക്റ്റായിട്ട് എല്ലാ കസ്റ്റമേഴ്സിൻ്റെ നെയിംസ് കിട്ടും അല്ലേ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ കേസസിലൊക്കെ നമുക്ക് ഡിഫോൾട്ട് വാല്യൂസ് നമുക്ക് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ സെയിം ഫംഗ്ഷൻ മൾട്ടിപ്പിൾ പ്ലേസസിൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഒരേ ഫംഗ്ഷൻ യൂസ് ചെയ്ത് നിങ്ങൾ പല ഫംഗ്ഷനാലിറ്റി ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് പാസ് ചെയ്യേണ്ട എല്ലാ വാല്യൂയും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കത്തില്ല. അങ്ങനെ വരുന്ന കേസിൽ അത് നമുക്ക് ഡിഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്ത് വെക്കാം. അതിനാണ് നമ്മൾ ഇങ്ങനെ ഡിഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ പോലും ഇതിന് ഡിഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്യുന്നത് കാരണം നമ്മളിപ്പോൾ കൺസോൾ ലോഗ് കൊടുക്കുകയാണെങ്കിലും നമുക്കതിൻ്റെ വാല്യൂ കിട്ടണം, ഡിഫോൾട്ട് വാല്യൂ കിട്ടും, കളർ. ഓക്കെ, ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ഡിഫോൾട്ട് വാല്യൂ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റായി. ഇതിനാണ് നമ്മൾ ഡിഫോൾട്ട് വാല്യൂ സെറ്റ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ വരാത്ത കേസിൽ, അതായത് ഈ വാല്യൂ പാസ് ചെയ്യാത്ത കേസിലും നിങ്ങൾക്കൊരു എറർ വരാതെ, അതായത് ഈ ഒരു ഡീസ്ട്രക്ചറിങ്ങിനകത്ത് 3 ഫീൽഡുകൾ ഡീസ്ട്രക്ചർ ചെയ്യുന്നുണ്ട്. പക്ഷെ മൂന്നാമത്തെ ഫീൽഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നോർമൽ കേസിൽ എറർ വരും അല്ലേ. അപ്പോൾ എറർ വരാതിരിക്കാൻ വേണ്ടിയും നിങ്ങൾക്ക് വേറെ സർട്ടൺ ഫങ്ഷണാലിറ്റീസ് ചെയ്യാൻ വേണ്ടിയും ഇങ്ങനെ നമുക്ക് ഡിഫോൾട്ടായിട്ടൊരു വാല്യൂ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു കേസ്, നമുക്ക് ഒരു കേസ് കൂടെ നോക്കാം. അതായത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചല്ലേ, നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാം. അതാണ് നമ്മുടെ ഏലിയാസ് കൊടുക്കുന്നത്. എന്താണ് ഏലിയാസ്? അതായത് മറ്റൊരു പേരിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വേരിയബിൾസിനെ ഡീസ്ട്രക്ചർ ചെയ്യുന്ന വേരിയബിൾസിനെ മറ്റൊരു പേരിൽ നമുക്ക് റീനെയിം ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ പറഞ്ഞാൽ
നമ്മളിപ്പോൾ ഇതേ ചെയ്ത് വെച്ചേക്കുന്ന ഇതേ ഫംഗ്ഷൻ, സോറി ഇതേ ഡീസ്ട്രക്ചറിങ്. ഇവിടെ എനിക്ക് നെയിം എന്നുള്ളത് ഫുൾ നെയിം എന്നാക്കണം. അതിനെന്ത് ചെയ്യും? ഇങ്ങനെ കോളൻ കൊടുത്തിട്ട് അതിന് നമ്മളൊരു പേര് കൊടുക്കും. ഇതാണ് ഏലിയാസ് എന്ന് പറയുന്നത്. അതായത് ഇത് ഏത് കേസിലാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം എന്താ പറയുക, നമ്മൾ ഒരു ഡേറ്റാബേസിൻ്റെ അകത്ത് 2 ടേബിളുണ്ട്. 2 ടേബിളിൻ്റെ അകത്തും ഐ ഡി എന്ന് പറഞ്ഞാൽ ഒരേ ഫീൽഡ് കാണും അല്ലേ? ഒരേ ഫീൽഡിൽ നമുക്ക് 2 ടേബിളോട് നമുക്ക് ജോയിൻ ചെയ്താണ് ഡേറ്റ എടുക്കേണ്ടതെങ്കിൽ 2ൻ്റെ അകത്തെയും ഐ ഡി, അല്ലെങ്കിൽ എക്സാമ്പിൾ പറയാം 2ൻ്റെ അകത്തും എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഐ ഡി കാണുമെന്ന് വിചാരിക്കുക. 2ൻ്റെ അകത്തും പ്രോഡക്റ്റ് ഐ ഡി ഉണ്ടാവും. പക്ഷേ ഒന്നിൻ്റെ പ്രോഡക്റ്റ് ഐ ഡി രണ്ടാമത്തെ പ്രോഡക്റ്റ് ഐ ഡി തമ്മിൽ കോൺഫ്ലിക്റ്റ് ആവും. അതായത് ഇത് തമ്മിൽ ഇഷ്യൂ വരും, ഏതാണ് ഇതിനകത്ത് എടുക്കേണ്ടതെന്നുള്ളത്. അങ്ങനത്തെ കേസ് വരുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് റീനെയിം ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു പേരിൽ നമുക്ക് അസൈൻ ചെയ്യാം. അത് SQLൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് നമ്മൾ വരുമ്പോൾ ആസ് കൊടുക്കും. അതായത് കോളം നെയിം ആസ്, പുതിയ പേര്. നമ്മൾ ജാവാസ്ക്രിപ്റ്റിലാവുമ്പോഴത്തേന് നമ്മൾ നെയിം, അതായത് എന്താണോ ആ വേരിയബിൾ നെയിം, കോളൻ, പിന്നെ പുതിയ നെയിം. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡീസ്ട്രക്ചറിങ് വിത്ത് ഏലിയാസിങ്. അതായത് ഒരു വാല്യൂ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഡീസ്ട്രക്ചർ ചെയ്യാം. ഇപ്പോൾ വരുമ്പോൾ നമുക്ക് പ്രൈസിന് ഫുൾ പ്രൈസ് എന്ന് കൊടുക്കുന്നത് വിചാരിക്കാം. ഇനി നമ്മൾ ഇത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തില്ല. അൺകോട്ട് റെഫറൻസ് ഓർ പ്രൈസ്. അതായത് ഇങ്ങനൊരു സാധനം ഇല്ല ഇനി. മനസ്സിലായോ? ഈ നെയിം എന്ന് പറയുന്നത് ഡിഫോൾട്ട് ജാവാസ്ക്രിപ്റ്റിൻ്റെ അകത്ത് റിസർവ്ഡ് ആണ്. ഈ പ്രൈസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാധനമല്ല. അത് കാരണമാണ് ഇവിടെ ഇതിന് എറർ കാണിക്കുന്നത്. ഓക്കെ, അതായത് ഈ നെയിമോ ഈ പ്രൈസോ ഇനി ഇവിടെ ഇല്ല. നെയിമിൻ്റെ വാല്യൂ പുതിയ വേരിയബിളിലേക്ക് നമ്മൾ അസൈൻ ചെയ്ത് വെച്ചേക്കാണ്. അത് പുതിയ പേരിൽ അസൈൻ ചെയ്ത് വെച്ചേക്കാണ്. പ്രൈസും പുതിയ പേരിൽ അസൈൻ ചെയ്ത് വെച്ചേക്കാണ്. അതുകൊണ്ട് ഇനി നമുക്ക് നെയിം വേണമെന്നുണ്ടെങ്കിൽ ഫുൾ നെയിം എന്ന് കൊടുക്കണം, പ്രൈസ് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ പ്രൈസ് എന്ന് കൊടുക്കണം. ഇനി ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ലാപ്ടോപ്പ് എന്ന് കിട്ടി, 42,000 കിട്ടി, ബ്ലാക്ക് എന്ന് കിട്ടി. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.